ഫ്രണ്ട്സ്, നമ്മളെ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. യാത്രയിലാന്ന് പറഞ്ഞാൽ മോനെ വിളിച്ച് വന്നപ്പോൾ മോൻ വന്നില്ല. അപ്പോൾ നമ്മൾ ഡ്രൈവറിനെയും വിളിച്ച് വന്നു. ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സാധനം എന്താണെന്ന് സർപ്രൈസാണ്, പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അതേ മോളുണ്ട്, മോളിരിക്കുന്നുണ്ട് ഇവിടെ. മോളാണ് ഇരിക്കുന്നത്. മോളും കൂടെ വന്നത് കേട്ടോ. മോളും ഞാനുമായിട്ടാണ് പോകുന്നത്. മോളായിരിക്കുന്നത്. അപ്പോൾ മോളും ഞാനുമായിട്ടാണ് പോകുന്നത്. മോൻ വന്നില്ല, അവന് മടിപ്പരം. അപ്പം ഞങ്ങൾ ഇന്ന് കോട്ടക്കലി പോകണം. ഡോക്ടറിനെ ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരെ ആയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കോട്ടക്കലി കയറണം. കോട്ടക്കൽ 5 മണി വരെ ഉണ്ട് കേട്ടോ. ഡോക്ടറെ കാണാനല്ല, ഇത് കുറച്ച് ഷാമ്പൂ ഒക്കെ മേടിക്കാനാണ്. തീർന്നു. നമ്മൾ ഒന്നിച്ച് അവിടെ നിന്ന് ഒരു 5-6 ഷാമ്പൂ ഒക്കെ മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു കുറച്ച് മാസം ഉണ്ടാവും. പിന്നെ മോള് കൊട്ടക്കലിലെ ഷാമ്പൂ എണ്ണയൊക്കെ തേക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടുള്ളൂ. ഇന്ന് 3 മണിയാകുമ്പോൾ ഇറങ്ങി. ഒരു 7-8 മണിയാകുമ്പോൾ വീട്ടിലെത്തും കേട്ടോ. ഇവിടെ നിന്ന് ഒത്തിരി 1 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ നിന്ന് നമ്മൾ മലയാളി കടയിലും കയറും. കണിവെള്ളരിയൊക്കെ ചേട്ടൻ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊന്നപ്പൂവൊക്കെ കിട്ടണമെങ്കിൽ ചൊവ്വാഴ്ച പോയിരുന്നാലേ കിട്ടുള്ളേ. അത് പിന്നെ ചേട്ടൻ നോക്കട്ടെ, പോയി മേടിക്കാൻ പറ്റും. കണിവെള്ളരിയൊക്കെ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് മേടിച്ച് വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്രയിലൂടെയാണ്. അപ്പോൾ യാത്രയൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്രോൾ പമ്പിലേക്ക് വന്നു പെട്രോൾ അടിക്കാൻ. അതിഭയങ്കരമായ ചൂട് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് വണ്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. ഭയങ്കര ചൂട്, അതിഭയങ്കരമായ ചൂട്. നമ്മുടെ സ്കൂബി ഉറങ്ങുമ്പോഴാണ് ഞാനും ഇവിടെ പതുക്കെ ഇറങ്ങിയത് കേട്ടോ. അവന് ഉറങ്ങണീറ്റ് വരുമ്പോൾ ഞങ്ങളുണ്ടാവില്ലേ, പ്രത്യേകിച്ച് ഞാൻ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും എല്ലാ റൂമിലും ഒക്കെ. നമ്മൾ ചെല്ലുമ്പോൾ ഒരു സ്നേഹവും, നമ്മൾ വന്ന് എങ്ങനെയെങ്കിലും 7-8 മണിയാവും. ഒരു സ്നേഹവും കാര്യവും ഒക്കെ വലിഞ്ഞ് തീർത്ത് കയറലും പാവം. അവന് ഉറങ്ങുന്ന സമയം ചേട്ടൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. അപ്പോൾ പതുക്കെ വന്നു നമ്മൾ ഇറങ്ങി. 3 മണിക്ക് പോകണം. ഇല്ലെങ്കിൽ ജാമും എല്ലാം കൂടെ ആകുമ്പോൾ തിരക്ക്. 5 മണി വരെ നമ്മുടെ കോട്ടക്കലുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ. വോട്ട് ഇലക്ഷന് 4-ാം തീയതിയല്ലേ. ഇവിടെ 23-ാം തീയതി 29-ാം തീയതിയാണ്. അപ്പം അതിൻ്റെ കാരണം റോഡിലൊക്കെ പാലമാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകാനും പാലം മൊത്തം ഇരുട്ട് വീടുന്നുണ്ട്. ബംഗാൾ കെമിറ്റ് പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നത്. പാലത്തിൻ്റെ അടി നല്ല തണുപ്പാണ്. കണ്ടോ കണ്ടോ, ഒരു ഇരുട്ടാണ്. കണ്ടോ കണ്ടോ. ഇതൊക്കെ തന്നെ ബംഗാളും കൽക്കട്ടയും. നമ്മൾ 24 ഫർഗാന അവിടെയാണ് കേട്ടോ. അതായത് കൽക്കട്ടയെ 24 ഫർഗാന എന്ന് പറയും. അവിടെയാണ് ഞങ്ങൾ, വെസ്റ്റ് ബംഗാൾ സൈഡ്. ഇവിടെ കൽക്കട്ട എന്ന് പറയുന്നത് 40 മിനിറ്റ് അരമണിക്കൂറേ ഉള്ളൂ. പറയാൻ കൽക്കട്ട തന്നെ, പക്ഷേ നമ്മൾ 24 ഫർഗാന എന്ന് പറയും. അവിടെയാണ് താമസിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എടുക്കട്ടോ.
കാണിക്കുന്നത്. അതൊക്കെ വലിയ ഫ്ലാറ്റുകൾ. പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, പല വീഡിയോസിൽ ഞാൻ കാണിക്കും. റോയൽ ബംഗാൾ ITC റോയൽ ബംഗാൾ ഹോട്ടലാണ് കേട്ടോ. ഇത് ഹോട്ടലാണ് ITC സോണാർ ബംഗാളാണ്. ITC സോണാർ പുറത്തിരിക്കുന്നത് ITC റോയൽ ബംഗാൾ ഹോട്ടൽ. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, പല വീഡിയോസിലും കാണിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രമല്ല, മുഴുവനും എടുക്കാൻ പറ്റൂലല്ലോ. കൽക്കട്ടയിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രം. കറക്റ്റ് 3 മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ യൂട്ടേൺ ചെയ്ത് പോകുമ്പോൾ കൊട്ടക്കലായി കേട്ടോ. കറക്റ്റ് 3 മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ. 4 മണിയപ്പോൾ എത്തി. കോട്ടക്കലെത്തി. കോട്ടക്കൽ ഇതാണ് സമയം. വൈദ്യശാല നിങ്ങൾക്കിത് സുപരിചിതമാണല്ലോ. ഇതിൻ്റെ അകത്തേക്ക് പോകണം കേട്ടോ, അകത്തേക്ക് എടുക്കാൻ പറ്റൂല, അപ്പം ഞാനത് നിർത്തും. ഇനി വഴിയാണ് നമ്മുടെ കോട്ടക്കൽ. നമ്മുടെ മോളുമായിട്ട് വന്നാൽ കേട്ടോ, ഇതിൻ്റെ അകത്താണ്. നമ്മൾ ഡോക്ടറൊന്നും ഇരിക്കുന്നില്ല ഇപ്പം. മലയാളിക്കടയാണ് കേട്ടോ, ദക്ഷിൺ സ്റ്റോഴ്സ്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചായ കുടിക്കണ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ എത്തി. ഇത് കണ്ടോ, മട്ടിയിൽ ചായ തന്നു. ഞങ്ങൾ 2 ചായ അത് മോളും കുടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, മോളും കുടിക്കുന്നുണ്ട് ചായ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ കുറച്ച് സാധനം ഈ ബേക്കറിയിൽ നിന്ന് മേടിച്ചു. ഡ്രൈവറിന് ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട് സർപ്രൈസ് പൊട്ടിക്കണമല്ലോ, എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മലയാളി കട കണ്ടോ. ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്, ഉള്ളിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഉള്ളി, ചേന, ചേമ്പ്, പഴം, കണിവെള്ളരിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ. കണിവെള്ളരിയും ഉള്ളിയും പഴവും ഒക്കെ വാങ്ങി, ചേമ്പ്, ചേന എല്ലാം വാങ്ങി. വിഷുക്കണിക്കൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഇത് ചായ കുടിച്ചിട്ടൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിലെ മട്ടിയിലാണ്, നല്ല സൂപ്പർ ചായയാണ്. എപ്പോഴും ഇത് കണ്ടോ, ഇതൊക്കെ ഒരു സാധനങ്ങൾ മേടിച്ചു. ഡിക്കിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് സർപ്രൈസ് പൊട്ടിച്ചേരാം കേട്ടോ, എന്താ സർപ്രൈസ് എന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മലയാളി കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പഴം കിട്ടി, ഉള്ളി കിട്ടി, പിന്നെ ഒരു 2 കപ്പ എടുത്ത് ചേട്ടാ അത് പൈസ മേടിച്ചില്ല കേട്ടോ, എടുത്തോണ്ട് പോകണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചേട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര കൂട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോകുന്നു. സർപ്രൈസ് എന്താണെന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതെന്താണെന്ന് വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം സർപ്രൈസ് എന്താ. ഞാൻ കുറച്ചും കൂടെ ഒരു കൊല്ലമായി കേട്ടോ അതിന് വേണ്ടി ഇരിക്കുന്നത്. ചെറുതുണ്ട് എൻ്റെ കയ്യിൽ, എന്നിരുന്നാലും കാണിച്ചു തരാം. മോമോ കടയിൽ വന്നു കേട്ടോ. മോള് കയറി. ഞങ്ങൾ അപ്സ്റ്റെയറിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഡ്രൈവറിനെ വിളിച്ചപ്പോൾ അവന് വേണ്ടാന്ന്, അവനെ അങ്ങോട്ട് മേടിച്ചു കൊടുക്കാം വണ്ടിയിൽ. അവരിവിടെയാണ് നമ്മളത്. ഇവിടെ ഇരിക്കാൻ കേട്ടോ, നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ മോമോ ഒക്കെ കഴിക്കാം. പക്ഷെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സ്ഥലം. ഇത് അപ്സ്റ്റെയറിലാണേ. ഇവിടെ ഞങ്ങൾ ഇരുന്ന് താഴെ ഇരുന്നില്ല. ഒരു മോമോ കഴിച്ചിട്ട് ഞങ്ങൾ
മോക്ക് നാണം വരുന്നു കേട്ടോ. ഞങ്ങൾ പാക്ക് ചെയ്യാനും ഞങ്ങളെ ഭർത്താവിനും മോനും ഒക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അതിനും പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവറിനും പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സമാധാനത്തിലൊക്കെ ഇരിക്കുക കേട്ടോ. പക്ഷെ കാലൊക്കെ മടക്കി വെച്ച് നമുക്ക് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. അത് കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാം. ഇതൊരു നേപ്പാൾ ഒരു പയ്യൻ്റെ ഇതാണ്. एक चिकन लॉलीपॉप कर दीजिए और एक चिकन स्टीम मोमो. हाँ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് പിടിക്കും. പിന്നെ എല്ലാവർക്കും സുഖമാണ്. സർപ്രൈസ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഓൺ ദ വേ ആണ്. അതുകൊണ്ട് സർപ്രൈസ് പൊട്ടിക്കാത്ത എല്ലാം വണ്ടിയിലിരിക്കുവാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ സർപ്രൈസ് കാണിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര മോള് ചിരിക്കുന്നു കേട്ടോ. ഒന്നാണ്. അപ്പോൾ 10 മിനിറ്റ് പിടിക്കും. ഞങ്ങൾ ഒരു ചില്ലി ചിക്കന് ലോലി ചിക്കനും പ്രോണും ലോലിപോപ്പ് ചിക്കൻ അത് മോൾക്കാണ്. പ്രോണാണ്. ഇത് അപ്സ്റ്റെയറിലാണ് കേട്ടോ. ഇതിൻ്റെ താഴെയുണ്ട്. പിന്നെ എന്താണെങ്കിൽ നല്ല മൊമോയും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഒരു മൊമോ ാണ് കേട്ടോ. ഇതെൻ്റെ മോളുടെ ഡാഡിക്കും എൻ്റെ മോനും പിന്നെ ഇത് ഡ്രൈവറിനും വേണ്ടി ഞങ്ങൾ പാഴ്സൽ ചെയ്ത്. അവനെ വിളിച്ചപ്പോഴേ ഡ്രൈവറിന് ഭയങ്കര നാണക്കേട് വരാൻ. അപ്പോൾ പിന്നെ അവനും വാങ്ങി കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാഴ്സൽ വന്നു. ഭക്ഷണം കഴിക്കാൻ വന്നില്ല കേട്ടോ. ഇത് പ്രോണാണ് കേട്ടോ. ചെമ്മീനാണ്. ഇത് സോസ്. ഇത് ചിക്കൻ മോള് കഴിച്ചപ്പോൾ നമ്മൾ പ്രോണാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കാരണം ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണം. അപ്പം ഞങ്ങളിത് പ്രോൺ കഴിക്കാം. ഒരു ടിപ്പിക്കൽ വ്ളോഗാകാമെന്ന് വിചാരിച്ചോട്ടെ. എപ്പോഴും മോൻ്റെ അല്ലേ വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്ന് ചുറ്റിയത് എടുത്തത് മോളായിട്ട് ചുറ്റുന്നതൊന്നും നിങ്ങൾ അധികം കണ്ടിട്ടില്ലല്ലോ. എടുക്കാമെന്ന് വിചാരിച്ചു. മോനുള്ളതുകൊണ്ടേ നമുക്ക് ഒന്നി ചേട്ടനും മോനും ഒക്കെ വീട്ടിൽ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാനും മോളായിരിക്കണം. എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല. ഇതുപോലെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ. പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ. അരമണിക്കൂറിന് മുമ്പ് എത്തും. അവിടെ ചെല്ലുമ്പോൾ എന്താണ് എൻ്റെ മോൻ്റെ കോലാഹലം ഒന്ന് നോക്കാം. പിന്നെ ഇവിടെ റോഡിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോള് ഇവിടെ സോങ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിപ്പും ഒക്കെ കഴിഞ്ഞു ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നൊന്നും കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. വീട്ടിൽ ചെന്ന് നമുക്ക് ലാസ്റ്റ് എന്താ സാധനങ്ങളൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്. നമ്മുടെ മോനെ കാണാൻ ഇതുപോലെ യാത്രകൾ ചെയ്യുമ്പോഴേ നല്ല ലൈറ്റും നല്ല രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരു ദിവസം നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് പോകുമ്പം ഏകദേശം 2 ദിവസം പിടിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഹോട്ടലിൽ തങ്ങണം, റെസ്റ്റ് ചെയ്യണം, പിന്നെയും പോകണം. അങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം വണ്ടിയും കൊണ്ട് പോകാം എന്നുള്ള പ്ലാനൊക്കെ ഞാനും മോനും ഒക്കെ ഇടുന്നുണ്ട്. അല്ല മോൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും ആരെങ്കിലും വേണം, ഡ്രൈവറിനെയും വിളിക്കണം. നമുക്ക്
നമുക്ക് പോകണം, അല്ലെങ്കിൽ മോനും ഞാനും ഒക്കെ ആയിട്ട് പോവും. ഏതായാലും ഒരു ദിവസം പോകണം എന്നും പറഞ്ഞിരിക്കണം. വണ്ടിയിലാണെങ്കിൽ നമുക്ക് സ്കൂട്ടിയെ കൊണ്ടുപോകാം, പക്ഷെ നമുക്കൊന്നും ഇരിക്കാനോ കിടക്കാനോ പറ്റൂല ഇവനെ ഇരുന്ന് കഴിഞ്ഞാൽ. വന്നെ ഓ വന്നടാ, നീ വന്ന് സാധനങ്ങൾ മേടിക്കാൻ പോയതല്ലേ? അത് മോമോ ചേട്ടനൊക്കെ വാ. ഇത് കണ്ടില്ലേ? ആ അച്ചോ ചേച്ചിയുടെ അടുത്ത് ചുറ്റുന്നു. അയ്യോ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ അമ്മ? ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതല്ലേ? കണ്ടില്ലേ? സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതല്ലേ? കണ്ടില്ലേ വേണ്ടേ? ചോദിച്ചു നമ്മളെ മമ്മ ഉണ്ടല്ലോ, ചിക്കനൊക്കെ വേവിച്ച് വച്ചിട്ടാണ് പോയത്. തരാം. അവൻ്റെ നമ്മൾ രണ്ടുപേരും പോയി ഉറങ്ങണീറ്റപ്പോൾ ഞങ്ങളെ കണ്ടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളെ ചേട്ടൻ്റെ മലയാളി കടയിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിലെ ചക്കയാണ് കേട്ടോ. ഇത് മാങ്ങയും 3 മാങ്ങയും മേടിച്ചോളൂ. നമ്മൾ കണി വെക്കാൻ വേണ്ടി മാത്രമേ മേടിച്ചോളൂ. മാങ്ങയും ഈ ചക്കയും ഞങ്ങൾ വന്നപ്പോൾ തന്നെ വന്നായിരുന്നു കേട്ടോ. വണ്ടി വന്നായിരുന്നു, ചക്കയൊക്കെ ആയിട്ടുള്ള വണ്ടി വന്നായിരുന്നു. ഭാഗ്യം വരുന്നതിന് മുമ്പ് എല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നിന്നപ്പോഴാണ് വണ്ടി വന്നത്. എന്നപ്പോഴും ചക്കയും മാങ്ങയും കൂടെ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് വരാം. നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയാണ് കേട്ടോ. പിന്നെ വേറെ സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടു ഫ്രണ്ട്സ്, ഇതാണ് സർപ്രൈസ്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ എന്തെന്നാ എനിക്ക് എല്ലാ പാക്കിങ് കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടനോട് കഴിഞ്ഞ വിഷുവിന് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഈ വിഷു സമയത്ത് ചേട്ടൻ പറഞ്ഞ് ഈ വിഷു സമയത്ത് ഉരുളി എത്തുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞു ഉരുളിയാണുള്ളത്. പിന്നെ ഞങ്ങൾ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉരുളിക്ക് പറഞ്ഞിട്ട് ഉരുളി കിട്ടി. ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത്. കണ്ടില്ലേ? ഇതാണ് ഉരുളി കേട്ടോ. ഇത് ഉരുളി എന്ന് പറയാനേ ഞങ്ങൾ ചെറിയ ഉരുളി പണ്ട് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ പ്രതിമ. പക്ഷേ ഒന്നും കൂടെ തന്നു, ചേട്ടൻ തന്നു. അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് കണ്ടോ, കൃഷ്ണൻ്റെ ഇത് കണ്ടില്ലേ? നമുക്ക് കൃഷ്ണൻ്റെ ഇതുണ്ട് കേട്ടോ, ഒന്നും കൂടെ വലുതുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, നമുക്ക് കൃഷ്ണൻ്റെ ഇതുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇതേ കണിക്ക് വെക്കോളെ. അപ്പം ഇന്ന് ചേട്ടൻ മേടിച്ചുകൊണ്ട് നമ്മളത് കൊണ്ടുവന്നു. കാരണം ചേട്ടൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്നാലേ കൃഷ്ണൻ്റെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് എനിക്കുള്ള ചെറിയ ഉരുളിയാണ് ഇത്. ഞങ്ങൾ ഒരു പണ്ട് മേടിച്ചതാണ് ഇതുപോലെ വിഷുക്കണി വെക്കാൻ വേണ്ടി. ഞങ്ങൾ പണ്ട് മേടിച്ച ഉരുളിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. ഇവിടെ ഇതുപോലത്തെ ഉരുളി കിട്ടൂല. അപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വലിയ ഉരുളി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു, മലയാളിക്കട ചേട്ടനോട്. കഴിഞ്ഞ വർഷം ചേട്ടൻ പറഞ്ഞു ഈ വിഷുവിന് ഉരുളി എത്തുമെന്ന്. അപ്പോൾ ഇച്ചിരി വലിയ ഉരുളിയാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ട് മേടിച്ചത്, നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന്. ഇത് ഇച്ചിരി വലിയ ഉരുളി, ഭയങ്കര ഭാരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത് കിട്ടി. ഇന്നത് മേടിക്കാനാണ് ഞങ്ങൾ പോയതും. അപ്പോൾ കുറച്ച് സാധനവും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടില്ലേ സർപ്രൈസ്? ഒരു ചെറിയ കൃഷ്ണൻ്റെ. അപ്പോൾ ഇത് ഞങ്ങൾ ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പൂജാ റൂമിൽ വെക്കുന്നില്ല. പൂജാ റൂമിൽ നമുക്ക് വിഷുവിനൊക്കെ വെക്കാൻ ഇതുണ്ടല്ലോ, വലിയ കൃഷ്ണനുണ്ട്. അപ്പോൾ ഇത് വെക്കാം. അപ്പോൾ ഇതും നല്ല ഭാരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞു ഉരുളിയിൽ എല്ലാം കൂടി ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു വലിയ ഉരുളി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ ഒരു വലിയ ഉരുളി കണ്ടത് നമ്മൾ വിഷുവിൻ്റെ 2 ദിവസത്തിന് മുമ്പ് അത് കിട്ടി. ചേട്ടൻ പറഞ്ഞതുപോലെ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത്. സർപ്രൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ് വീഡിയോയുടെ എന്ന്. ഇതാണ് സർപ്രൈസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൃഷ്ണനെ എവിടെ വെക്കാൻ പോകണമെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കട്ടെ, ഒരു കൃഷ്ണൻ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ബുദ്ധനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ചേട്ടൻ കൊണ്ടുവന്നാലേ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കൃഷ്ണൻ ഇവിടെ ഇരിക്കട്ടെ. പൂജാ റൂമിൽ നമുക്ക് വേറെ ഉണ്ട്. സർപ്രൈസ് ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു ഈ 2 ഉരുളിയിലായിട്ട് വെക്കും എന്ന് വിചാരിച്ചു. ഇതിനാണ് ഞങ്ങൾ പോയത് വാങ്ങിക്കാൻ. അപ്പോൾ ഇന്നലെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഉരുളി കൊണ്ട്. ഭയങ്കര ഭാരം കേട്ടോ, ഭയങ്കര ഭാരമാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ വലുതാണ് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഭാഗത്തിനാണ് ചേട്ടൻ കൊണ്ടുവന്നത്. ഇതാണ് എൻ്റെ സർപ്രൈസ് എന്നാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. ചേമ്പൊക്കെ കിട്ടി, ചേമ്പൊക്കെ മേടിച്ചു കേട്ടോ നമ്മൾ. ചേമ്പ്, ചേന എല്ലാം
കാണിച്ചു തരാം. ഇത് പായസം വെക്കാനാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. ഇത് ചന്ദനത്തിൻ്റെ ഇതാണ് കേട്ടോ, ചന്ദനത്തിൻ്റെ ഇത് എടുക്കുകയാണ്. പിന്നെ പഴം വിനാഗിരിയാണത്. പഴം, ചേമ്പ്, കൂർക്ക, പഴം, കായ, ചേമ്പ്, കൂർക്ക ഒക്കെ കിട്ടിയിട്ടത്. ഇത് കൂർക്ക, ഇത് ചേമ്പ്, പഴമൊക്കെയാണ് കേട്ടോ. ചേമ്പ്, പഴം, നാട്ടിൻ്റെ വിനാഗിരി. ഇത് കണ്ടോ ചേന, അത് നമ്മുടെ നാട്ടിലെ ചേനയാണ്. ഇത് ചേമ്പാണ് കേട്ടോ. ആണ്. പിന്നെ ഉള്ളി മേടിച്ചു, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ